തെന്മല ഡാമിലെ എക്കലും മണ്ണും നീക്കം ചെയ്യാൻ ജലസേചന വകുപ്പ് നടപടി ആരംഭിച്ചതായി ഡാം പ്രൊട്ടക്ഷൻ കൌൺസിൽ ചെയർമാൻ എ.ടി. ഫിലിപ്പ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആര്യങ്കാവ് കൊളത്തൂപ്പുഴ പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും കൂടി ചേർന്ന് രൂപീകരിച്ച തെന്മല ഡാം പ്രൊട്ടക്ഷൻ ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ നടത്തിയ സമരപരിപാടികളുടെയും കൊടുത്ത നിവേദനങ്ങളുടെയും അടിസ്ഥാനത്തിൽ തെന്മല ഡാമിലെ എക്കലും മണ്ണും ചെളിയും നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അതിനെ സംബന്ധിച്ച് പഠനം നടത്തുവാൻ കല്ലട ഇറിഗേഷൻ പ്രോജക്ടിന്റെ ചീഫ് എഞ്ചിനീയർ പ്രോജക്ട് നമ്പർ 2 സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി ചുമതലപ്പെടുത്തിയതായിട്ട് ഞങ്ങൾക്ക് അറിയിപ്പ് കിട്ടിയിരിക്കുകയാണ്. കല്ലട ഇറിഗേഷൻ പ്രോജക്ടിന്റെ ചീഫ് എഞ്ചിനീയർ പ്രോജക്ട് നമ്പർ 2 ഉടൻ തന്നെ തെന്മല ഡാമിൽ വരികയും പഠന റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യുന്നതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ വനംവകുപ്പ് മുഖേന ഈ എക്കലും മണ്ണും നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾക്കായി ഞങ്ങൾ ഡൽഹിയിൽ പോയി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയെ നേരിട്ട് കാണാനുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്താൻ പോകുന്നത്. വ്യാഴാഴ്ച വൈകിട്ട് 5 മണിക്ക് തെന്മല ഡാം ഐ ബിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അദ്ദേഹം അറിയിച്ചത്. ഡാം പ്രൊട്ടക്ഷൻ ഫോറത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ വെള്ളം നിറയ്ക്കൽ സമരത്തിന്റെയും നിവേദനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് വകുപ്പിന്റെ തീരുമാനമെന്നും എ.ടി. ഫിലിപ്പ് പറഞ്ഞു. മാർച്ച് 22 ലോക ജലദിനത്തിന് ഡാം പ്രൊട്ടക്ഷൻ ഫോറം 2ാം ഘട്ട സമരപരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതായും എ.ടി. ഫിലിപ്പ് പറഞ്ഞു. എം നാസർ ഖാൻ, ആർ സുരേഷ്, ആർ സത്യൻ തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തെന്മല.